എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. LPയുടെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധവും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുമാണ് കേട്ടോ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഇന്ന് തൊട്ട് മുന്നേയുള്ള പാർട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തോട്ട് പോകാം. എന്താണ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ MLL അവശ്യ പഠന നിലവാരം എന്നും കൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ടല്ലേ. കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് MLL പദ്ധതി അല്ലെങ്കിൽ അവശ്യ പഠന നിലവാരമെന്ന് അറിയപ്പെടുന്നത്. 1993 യശ്പാൽ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേട്ടോ ഈ MLL പദ്ധതി നിലവിൽ വന്നത്. ഇത് നിലവിൽ വന്നത് 1994 അതായത് 1993 യശ്പാൽ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് 1994 MLL പദ്ധതി അഥവാ അവശ്യ പഠന നിലവാരം പദ്ധതി നിലവിൽ വന്നത്. സാർവത്രികമായ ഗുണനിലവാരം, സാർവത്രികമായ വിദ്യാഭ്യാസ പ്രവേശനം, സർവരെയും നിലനിർത്തുക ഇവയിൽ അധിഷ്ഠിതമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയമായ ഈ MLL പദ്ധതി നിലവിൽ വന്നത്. അപ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരാം അല്ലേ, ആവശ്യ പഠന നിലവാരം അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, അതുകൊണ്ട് എന്താണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്? അതായത് സാർവത്രിക വിദ്യാഭ്യാസ പ്രവേശകം, സർവരെയും നിലനിർത്തൽ, സാർവത്രികമായ ഗുണനിലവാരം, ഇത്രയുമാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ നയം രൂപപ്പെട്ടത് ഇതിൽ അധിഷ്ഠിതമായിട്ടാണ്. എന്നുവച്ചാൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ കുട്ടിയും ഓരോ ക്ലാസ്സിലും നേടേണ്ട അവശ്യ പഠന നിലവാരം നിശ്ചയിക്കണമെന്നുള്ളത്, അതായത് ദേശീയ തലത്തിൽ ഇവ നിശ്ചയിച്ച് ഉറപ്പ് വരുത്തുക എന്നുള്ളതായിരുന്നു ഈ MLL പദ്ധതിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. മാത്രവുമല്ല, അവശ്യ പഠന നിലവാരം എന്നാൽ പ്രാപ്തി നേടുക, കുട്ടി പ്രാവീണ്യം നേടുക, എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുക എന്നതും കൂടെ അവർ അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ, എന്താണ് ഈ പ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി പ്രാപ്തനാവുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് വിജയകരമായി അവന് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അവനിലുള്ള കഴിവുകളും നൈപുണ്യവും അറിവുകളും ഉപയോഗിക്കാനുള്ള കുട്ടിയുടെ സാമർഥ്യത്തെയാണ് പ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടി പ്രാപ്തനാവുക അല്ലെങ്കിൽ പ്രാപ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുട്ടി ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ പുറമെയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനുള്ള കഴിവും നൈപുണ്യങ്ങളും അവൻ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് തന്നെ സാമർഥ്യത്തോടെ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് കുട്ടി നേടുന്ന പ്രാപ്തി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രാവീണ്യം നേടുക എന്നാൽ എന്താണ്? ഈ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രാപ്തികൾ ഉന്നത തലത്തിൽ ആർജിക്കുക എന്നതാണ് പ്രാവീണ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാപ്തി നേടിയല്ലോ, അവനുള്ള പ്രാപ്തി അവൻ സ്വയമേ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് പ്രതീക്ഷിതമായ ഒരു തലത്തിൽ കുട്ടി എത്തിച്ചേരുന്നു എങ്കിൽ അവൻ ആ പ്രാവീണ്യം നേടിയെന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ ഗുണമേന്മ എന്താണ്? ആർജിക്കേണ്ട ഒരു കൂട്ടം പ്രാപ്തികൾ അവൻ ആ പ്രാവീണ്യ നിലവാരത്തിൽ കൈവരിക്കുന്നതിനെയാണ് കുട്ടിയിലെ ഗുണമേന്മ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യവും, പ്രാപ്തി എന്താണ്, പ്രാവീണ്യം എന്താണ്, ഗുണമേന്മ എന്താണ് എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വയ്ക്കുക. ഈ MLL പദ്ധതി കൊണ്ട് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അവൻ നേടേണ്ട അവശ്യ പഠന നിലവാരം നിശ്ചയിക്കണമെന്നുള്ളതും ഈ കമ്മിറ്റിയുടെ ഒരു ശുപാർശയായിരുന്നു. പ്രത്യേകിച്ച് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഈ അവശ്യ പഠന നിലവാരം പൂർണ്ണമായിട്ടും ഉറപ്പിക്കേണ്ടതും ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം കൂടെ ആയിരുന്നു. അപ്പോൾ ഈ MLL പദ്ധതി എന്താണെന്നും അവശ്യ പഠന അല്ലെങ്കിൽ അവശ്യ പഠന നിലവാരം അല്ലെങ്കിൽ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്താണെന്നുള്ള കാര്യവും വ്യക്തമാക്കിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തിന് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ടീച്ചിങ് മാനുവൽ? അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? അധ്യാപകൻ എന്ന നിലയിൽ അതിൽ വേണ്ട മാറ്റങ്ങൾ നമ്മൾ എന്തൊക്കെ വരുത്തണം എന്നുള്ളത് സ്ഥിരം ചോദ്യമാണ് അല്ലേ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ നമുക്ക് ഈ അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്താണെന്നുള്ളതും കൂടെ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതികൾ, അവർക്ക് കുറേ പരിമിതികളുണ്ടല്ലോ, അതൊക്കെ മറികടന്ന് കുട്ടി ഏറ്റവും മികച്ചവനായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് അധ്യാപകൻ എന്ത് ചെയ്യുന്നു, അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവലിനെയാണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് അറിയപ്പെടുന്നത്.
അപ്പോൾ എന്താണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതികളിൽ അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പരിമിതികളൊക്കെ മറികടക്കാനും പഠനത്തിൽ അവരെ മികച്ചവരാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ട് അനുയോജ്യമാം വിധം അധ്യാപകൻ സ്വയം ചില മാറ്റങ്ങൾ വരുത്തി ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാറുണ്ട്. ഇതിനെയാണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ അധ്യാപകർ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഇവിടെയും ഈ അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോഴും അതിൻ്റേതായ ചില കാര്യങ്ങൾ അധ്യാപകൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് ഈ പഠനോപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കാണെന്നുള്ള ഒരു അവബോധം അധ്യാപകനുണ്ടായിരിക്കണം അല്ലേ. ഈ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ പഠനബോധന തന്ത്രങ്ങൾ തയ്യാറാക്കുമ്പോഴും അതും ഈ കുട്ടികളുടെ കഴിവുകൾ കൂടെ വിലയിരുത്തി വേണം പഠനബോധന തന്ത്രങ്ങളും പഠനോപകരണങ്ങളും പഠനബോധന പ്രവർത്തനങ്ങളുമൊക്കെ അധ്യാപകൻ എന്ത് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ വേണ്ട തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ചില ആക്ടിവിറ്റികൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൊടുക്കുമ്പോൾ അവ പരിഹരിക്കാനുള്ള ബോധന പ്രവർത്തനങ്ങൾ നൽകിയിരിക്കണം. കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തലം, കുട്ടികളുടെ വ്യക്തിഗതമായിട്ടുള്ള ഇപ്പോൾ മാനസികമായിട്ടുള്ളതായിരുന്നാലും ഉള്ളതായിരുന്നാലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം കണക്കിലാക്കി വേണം ഈ അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ അധ്യാപകൻ തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അനുയോജ്യമാംവിധം തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയുണ്ട് കേട്ടോ. അതിനെ IEP എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാൻ, IEP എന്നാണ് ഈ ഒരു പദ്ധതിയെ അറിയപ്പെടുന്നത്. ഈ വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയെ കുട്ടികൾക്ക്, അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി അറിയപ്പെടുന്നത് IEP എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൊണ്ട് ആ കുട്ടി നേടേണ്ട പ്രാവീണ്യം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒരുപാട് വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളാണ്. അപ്പോൾ അത് നമുക്കെല്ലാം വ്യക്തമായിട്ട് പഠിക്കേണ്ടതില്ല. ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ച ചില പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്താണെന്ന് നോക്കാം. എന്താണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് കേട്ടോ. അതായത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നുള്ളതാണ്. അതും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് വിദ്യാകിരണം? എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാകിരണം. അതുപോലെ തന്നെ മഴവിൽ പൂവുണ്ട്. സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതെന്താണെന്ന് ചോദിച്ചാലോ, വിദ്യാലയ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി OMR എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ചാൽ കേട്ട് വയ്ക്കുന്നത് നമുക്കൊരു ചിട്ടയോടുകൂടെ ഇൻ്റർവ്യൂ ബോർഡിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടിട്ട്, ക്ലാസ് കണ്ടിട്ട് ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എന്താണ് ഗദ്യം, പദ്യം എന്താണ്, കവിത എന്താണ് എന്നുള്ള കാര്യം പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഗദ്യം എന്ന് ചോദിക്കാം. ഇപ്പോൾ ഭാഷയൊക്കെ മലയാളം ഭാഷയാണ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചോദ്യവും കൂടെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിനുള്ള ഒരു ആൻസർ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. സാഹിത്യ രൂപങ്ങളിൽ ഗദ്യസാഹിത്യവുമുണ്ട് പദ്യസാഹിത്യവുമുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ, അതായത് പ്രാചീന കാലഘട്ടത്തിലൊക്കെ പദ്യരൂപത്തിലുള്ള സാഹിത്യ രൂപങ്ങളായിരുന്നു സാധാരണയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീടത് ഗദ്യസാഹിത്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗദ്യസാഹിത്യങ്ങൾ വളരെയേറെ പ്രചാരം നേടി. നമുക്കാദ്യം എന്താണ് ഗദ്യമെന്ന് നോക്കാം.
ഒരു കൂട്ടം വാക്കുകൾ ചേർന്ന് അർത്ഥമുള്ള വാചകങ്ങൾ രൂപം കൊള്ളുന്നു. അത്തരത്തിൽ അർത്ഥമുള്ള ഒരു സമൂഹം, വാചകങ്ങളുടെ ഒരു സമൂഹത്തെയാണ് ഗദ്യമെന്ന് അറിയപ്പെടുന്നത്. അതായത് അർത്ഥപൂർണമായ വാക്കുകൾ ചേർന്ന് വാചകങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വാചകങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു രൂപമാണ് ഗദ്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പദ്യം എന്നറിയപ്പെടുന്നത്? അക്ഷരം വേണം, മാത്ര വേണം, അവയുടെ ക്രമത്തോടു കൂടിയ പദങ്ങൾ ഉൾച്ചേർന്ന രചനയാണ് പദ്യം എന്ന് പറയുന്നത്. മാത്ര എന്താണെന്നറിയാലോ അല്ലേ? അതായത് ഒരക്ഷരം നമ്മൾ പറയാനെടുക്കുന്ന ആ ഒരു സമയം, ഒരക്ഷരം ക എന്ന് പറയുന്ന ഒരു അക്ഷരം, അത് പറയുന്നതിന് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ സമയമുണ്ടല്ലോ, അതിനെയാണ് മാത്ര എന്ന് പറയുന്നത്. അത്തരത്തിൽ അക്ഷരവും മാത്രയും അവയുടെ ക്രമത്തോടു കൂടിയ പദങ്ങളുമുള്ള രചനയെയാണ് പദ്യമെന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കവിത എന്താണെന്ന്. പദ്യരൂപത്തിലുള്ള സാഹിത്യ സൃഷ്ടിയെയാണ് നമ്മൾ കവിത എന്ന് പറയുന്നത്. അപ്പോൾ ഡൗട്ട് ചോദിച്ച ആളിന് മൂന്നും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ? അതായത് ഒരു വ്യക്തിയെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് അവനെ സജ്ജനാക്കി നിർത്തുന്ന പ്രക്രിയയെ നമുക്ക് വേണമെങ്കിൽ അഭിപ്രേരണ എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവന് പകരുന്ന ഊർജത്തിനെയും നമുക്ക് അഭിപ്രേരണ എന്നതുകൊണ്ട് അർത്ഥമാക്കാം. അതുപോലെ തന്നെ വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ അഭിപ്രേരണയുളവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രേരണയെ നമുക്ക് ആന്തരിക അഭിപ്രേരണയെന്നും ബാഹ്യമായിട്ടുള്ള അഭിപ്രേരണയെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു വ്യക്തിയിൽ സ്വയം പ്രേരണയിൽ ആശ്രയിച്ച് നിൽക്കുന്ന അഭിപ്രേരണയാണ് ആന്തരികമായിട്ടുള്ള അഭിപ്രേരണ. അപ്പോൾ ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രേരണയെ നമുക്കെന്തെന്ന് പറയാം? ബാഹ്യ അഭിപ്രേരണയെന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമുക്കത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ, അഭിരുചി, സഹകരണം, ഉൾപ്രേരണ, പരാജയഭീതി, പുരോഗമനാത്മകമായ ചിന്ത, മത്സരബുദ്ധി, ഇതെല്ലാം തന്നെ അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എന്താണ് അഭിക്ഷമത എന്ന് പറയുന്നത്? വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രംഗത്ത് ആവശ്യം വേണ്ട നേട്ടം കൈവരിക്കാനായിട്ട് സഹായകമാകുന്ന സവിശേഷ ശക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? അഭിക്ഷമത എന്ന് പറയാൻ കഴിയും. പഠനവുമായിട്ട് നമ്മളിതിനെ ബന്ധിക്കുകയാണെങ്കിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ കുട്ടികൾക്ക് നമുക്ക് നൽകുകയും അതുവഴി അഭിക്ഷമത സൃഷ്ടിച്ച് പഠനത്തിൽ തൽപരനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ എന്താണ് അഭിപ്രേരണ, എന്താണ് അഭിക്ഷമത എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.